പ്രൈസ് ലോർഡ്. Praise the Lord. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന കർത്താവിന്റെ ദാസി സാറാമയാൻറ്റി, മറ്റ് ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മള് ക്രിസ്തീയ ശിഷ്യത്വം എന്ന വിഷയം എടുത്ത് പഠിക്കുമ്പോൾ ഒരു വാക്കില് ഒരു ചെറിയ റിവിഷൻ ഞാൻ പറയാം. 22ാമത്തെ നമ്മുടെ ധ്യാനത്തിൽ ആദ്യത്തെ ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുമ്പോൾ അവര് പലരും സമൂഹത്തിൽ വലിയ പഠിപ്പുള്ളവരോ ഉന്നതന്മാരല്ലായിരുന്നു എന്ന കാര്യം നമ്മൾ ചിന്തിച്ചു. 23ാമത്തെ നമ്മുടെ ധ്യാനത്തിൽ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരോടുള്ള കർത്താവിന്റെ മനോഭാവത്തെ കുറിച്ച് ചിന്തിക്കുക. 24ാമത്തെ, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ധ്യാനത്തിൽ സഹോദരിമാരോടുള്ള കർത്താവിന്റെ മനോഭാവം നമ്മൾ ചിന്തിച്ചത്. എന്റെ മനസ്സിൽ അത് തുടരണം എന്ന് ചിന്തിച്ചെങ്കിലും ഇപ്പോൾ അതിലേക്ക് ഞാൻ പോകാതെ മറ്റൊരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളത് ഡെവലപ്പ് ചെയ്യണം. ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് യോഹന്നാന്റെ സുവിശേഷം 20ാം അധ്യായത്തിന്റെ ആദ്യത്തെ 18 വാക്യങ്ങളിൽ മേരി മാഗ്ഡാലിന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതും തന്നെ കർത്താവ് കമ്മീഷൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വേദഭാഗം പറഞ്ഞാണ് ഞാൻ നിർത്തിയത്. ഇന്ന് വാസ്തവത്തിൽ എൻ്റെ ഉള്ളത്തിലിരുന്നത് അന്നത്തെ മത നേതൃത്വമാകുന്ന ഫരീസയരോടും ശാസ്ത്രിമാരോടും ഉണ്ടായിരുന്ന മനോഭാവം എന്ന വിഷയം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആയിരുന്നു എൻ്റെ ഉള്ളത്തിൽ ചിന്ത ഇരുന്നതെങ്കിലും ഞാൻ ഈ 25ാമത്തെ നമ്മുടെ ധ്യാനം മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. അതായത് 4ാം അധ്യായം മുതൽ നമ്മൾ ചിന്തിച്ചു വന്ന ഒരു കാര്യം ഉണ്ട്. അത് കർത്താവിന്റെ ശുശ്രൂഷയിൽ അവിടുന്ന് ദൈവവചനം ശുശ്രൂഷിച്ചു, അവിടുന്ന് പ്രസംഗിച്ചെന്നുമുണ്ട്, ഉപദേശിച്ചെന്നുമുണ്ട്. എന്നിട്ട് മർക്കോസിന്റെ സുവിശേഷം 3ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞാൻ ലൂക്കോസിലേക്ക് മടങ്ങി വരാം. 3ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ നമ്മൾ വായിക്കാൻ കഴിയുന്നത് 23ാം വാക്യം. അവൻ അവരെ അടുക്ക വിളിച്ച്, സോറി, ആ വാക്യമല്ല, ശിഷ്യന്മാരുള്ള ബന്ധത്തില് 13ാമത്തെ വാക്യം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചു, അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനായി നമ്പർ വൺ തന്നോടുകൂടെ ഇരുപ്പാൻ, പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. നമ്പർ 1 തന്നോട് കൂടെ ഇരിക്കുക, പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. ഇത് ഞാൻ മർക്കോസിൽ നിന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ലൂക്കോസിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ 4ാം അധ്യായത്തിന്റെ 14-15 വാക്യവും 18-19 വാക്യത്തിൽ കർത്താവ് ഉപദേശിച്ചുവെന്നും പ്രസംഗിച്ചുവെന്നും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് ഞാൻ വരാം. കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ കർത്താവ് വിളിച്ച് മർക്കോസിൽ നമ്മൾ വായിച്ചതുപോലെ തന്നെ അവരെ കമ്മീഷൻ ചെയ്യുന്ന ഗ്രേറ്റ് കമ്മീഷന്റെ ഒരു
ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 47 വാക്യം. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും ആ വാക്ക് ശ്രദ്ധിക്കണം, പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ജീസസ് preached, ജീസസ് taught the word. ശിഷ്യന്മാരായി കർത്താവിനെ അനുഗമിക്കുന്നവരോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കമ്മീഷൻ ചെയ്യുമ്പോൾ ആ വാക്ക് പ്രസംഗിക്കണം. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. കാരണം ഈ കാലഘട്ടത്തിലെ ഈ ഫേമസ് ആയിട്ടുള്ള ചില ആളുകളൊക്കെ അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയത്തില്ല, പ്രസംഗമല്ല ബ്രദറെ നമുക്കിന്ന് ആവശ്യം എന്ന ഒരു ചിന്ത ആളുകളിലേക്ക് കൈമാറുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. അതൊരു ബിബ്ലിക്കൽ ആശയമല്ല. ഓക്കെ, അതുകൊണ്ട് ലെറ്റ് us start. തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 40 ദിവസം ഭൂമിയിൽ അവിടുത്തെ ശിഷ്യന്മാരുമായി ടൈം സ്പെൻഡ് ചെയ്ത ശേഷമാണ് സ്വർഗാരോഹണം. അപ്പൊ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നത് 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലസ് ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരോട് പ്രധാനമായി പറയുമ്പോൾ ഞാൻ ആദ്യത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്രേറ്റ് കമ്മീഷന് 2 സൈഡുകളായിട്ട് നമ്മൾ ചിന്തിക്കണം. ഒന്ന് ഇവാഞ്ചലിസം, നാണയത്തിന്റെ മറു സൈഡ് ഡിസൈപ്പിൾഷിപ്പ്. അപ്പൊ നിങ്ങൾ ഈ 4 സുവിശേഷം പരിശോധിച്ചാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇവാഞ്ചലിസത്തിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ലൂക്കോസിലാണ് എന്ത് പ്രസംഗിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനസാന്തരവും പാപമോചനവും അവന്റെ നാമത്തിൽ പ്രസംഗിക്കണം. അപ്പൊ അവിടെ പ്രസംഗിക്കണം, ഇവാഞ്ചലിസത്തിൽ പ്രസംഗിക്കണം, പ്രീച്ച് എന്ന വാക്കാണ്. പക്ഷേ മാത്യുവിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്യു 28:19-20 ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. കർത്താവിന്റെ മിനിസ്ട്രിയില് ഉപദേശവും ഉണ്ടായിരുന്നു, പ്രസംഗവും ഉണ്ടായിരുന്നു. ഇത് ഫോളോ ചെയ്യാനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് ആഹ്വാനം കൊടുക്കുന്നത്. അപ്പൊ ഓരോ സുവിശേഷകരും ഈ ഗ്രേറ്റ് കമ്മീഷൻ എഴുതുമ്പോൾ അവരവർ ചില ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഗ്രേറ്റ് കമ്മീഷനിലെ ആ ഫുൾ പിക്ചർ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ലൂക്കോസ് 24:49 ആക്ട്സ് 1:8 വായിച്ചാൽ ഈ ശുശ്രൂഷ ചെയ്യാൻ, പ്രസംഗിക്കാനും പഠിപ്പിക്കാനും എല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ആത്മസ്നാനം വേണം. ആത്മസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം, യഹൂദ എല്ലായിടത്തും, ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ ആ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ കർത്താവ് വാസ്തവത്തിൽ പാറ്റേൺ കൈമാറുകയാണ്. അവരുടെ കാലഘട്ടത്തിൽ അവർ വിശ്വസ്തരായിരുന്നു. ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ സുവിശേഷീകരണത്തിനും ശിഷ്യത്വത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള ബാറ്റൺ നമ്മുടെ കയ്യിലാണ്. ഇനി എന്റെ പ്രധാന ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. ഇന്ന് ഞാൻ ഊന്നൽ കൊടുക്കുന്നത് ആ 24:47. നമ്മള് ടോപ്പിക്കലായിട്ട് ഇപ്പൊ പോവാണ്. ഇന്ന് 24:47
അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങിയ സകല ജാതികളിലും പ്രസംഗിക്കുക. ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വാട്ട് ഈസ് പ്രീച്ചിങ്, സബ്ജക്റ്റ് ഓഫ് ദ പ്രീച്ചിങ്, വേർ ടു പ്രീച്ച് ആൻഡ് വെൻ ടു പ്രീച്ച്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള നമ്മുടെ ചുരുക്കം സമയത്തിൽ ആണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ പ്രസംഗിക്കുകയും വേണമെന്ന് അവിടെ കാണുന്നു. അതൊരു കൽപ്പനയാണ്. ദ ഗോസ്പൽ മസ്റ്റ് ബി പ്രീച്ച്ഡ്. എന്നിട്ട് ഒരു വാക്ക് നിങ്ങൾ കണ്ടോ, എന്നിങ്ങനെ എഴുതിയിരിക്കുന്നെന്ന്. അപ്പോ ഇത് മുൻകൂട്ടി തന്നെ സുവിശേഷം പ്രസംഗിക്കപ്പെടണമെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26:23 ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവികാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ പ്രീച്ചിങ് ഓഫ് റിപ്പന്റൻസും ഫോർഗിവ്നെസ്സും വാസ്തവത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റ് തൊട്ടേ പ്രെഡിക്റ്റഡ് ആണ്. പ്രീച്ച് ചെയ്യണം. ദൈവവചനം നമ്മൾ പരിശോധിച്ചാൽ നമ്മള് പ്രവാചകൻ എന്ന വാക്ക് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ മലയാളികൾക്ക് പ്രവാചകൻ ആരാ? മകനെ മകളെ വിളിച്ച് പറയുന്ന ആളുകളെയാണ്, അവരെ മാത്രമാണ് നമ്മൾ പ്രവാചകൻ എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ പ്രോഫറ്റ്സ് വർ ഓൾ പ്രീച്ചേഴ്സ്. ദൈവത്തിന്റെ ആലോചന അവരാത്മാവിൽ അവർക്ക് ബോധ്യമായി, ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടി, അവര് പ്രസംഗിക്കുകയായിരുന്നു. കാലഘട്ടത്തോടുള്ള ദൂത് വിളംബരം ചെയ്യുകയായിരുന്നു. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. ഞാനത് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവിടെ പരിമിതപ്പെടുത്തും. പുതിയ നിയമമാണ്. പ്രസംഗത്തിന്റെ പ്രസക്തി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചർച്ചകളിലേക്കൊക്കെ പ്രസംഗം മടങ്ങി വരണം. ശിഷ്യത്വത്തിലേക്ക് പോകാൻ ഉപദേശിക്കണം, പഠിപ്പിക്കണം. സുവിശേഷീകരണത്തിൽ പ്രസംഗിക്കണം. ചർച്ചിന് വെളിയിലും പ്രസംഗിക്കണം, ചർച്ചിനകത്തും പ്രസംഗിക്കണം. വാട്ട് ഈസ് ദിസ് പ്രീച്ചിങ്? ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. ഞാൻ വളരെ താഴ്മയോടെ നിങ്ങളോടൊരു കാര്യം പറയും. ഇന്ന് നമ്മൾ കേൾക്കുന്ന പലതും പ്രസംഗങ്ങളല്ല എന്നതാണ് എനിക്ക് ദൈവവചനത്തിൽ നിന്ന് ബോധ്യമാകുന്നത്. അത് ഞാനൊരു വിശദീകരണം തരാം. എന്നാൽ പുതിയ നിയമത്തിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ എടുക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പറയുന്നത്? മർക്കോസ് 1:4 യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്ന. ഹി വാസ് എ പ്രോഫറ്റ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മനിറവ് പ്രാപിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിന് മുന്നോടിയായി ദൈവത്താൽ നിയോഗിതനായി കടന്നു വന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് എ പ്രീച്ചർ. ക്രൈസ്റ്റ് സെന്റേർഡ് മെസ്സേജ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തിയുള്ളവനാണ്. നിങ്ങൾ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. The one who comes after me will baptize you in the Holy Spirit. ഇനി ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്റെ ശുശ്രൂഷയ്ക്ക് തിരശീല വീണു. ജീസസ് ഓഫ് നാസറത്ത് രംഗത്ത് വരുന്നു. എന്താണ് കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? ലൂക്ക് 4:17-19 നമുക്കവിടെ കാണാൻ കഴിയുന്നത്, കർത്താവ് അതിന് മുൻപ് തന്നെ നമുക്കൊരു വാക്യം വായിക്കാം. മാത്യു 4. അതിനുശേഷം ഞാൻ ലൂക്ക് 4ലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കർത്താവിന്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുന്ന് he was a preacher. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക എന്ന് പ്രസംഗിച്ചു തുടങ്ങി.
അത് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് എ പ്രീച്ചർ, ജീസസ് വാസ് എ പ്രീച്ചർ. ഇതാണ് ശിഷ്യന്മാരോട് ഫോളോ ചെയ്യാൻ പറയുന്നത്. യു ഗോ നൗ ആൻഡ് പ്രീച്ച്. വി നീഡ് പ്രീച്ചേഴ്സ് ടുഡേ. ഇനി ഞാന് ഉദ്ധരിച്ച വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 4:17 മുതൽ 19 വരെ നമ്മൾ ആ വാക്യങ്ങളിലൂടെ കടന്നു പോയതാണ്. എന്നാൽ ഇന്നത്തെ ഈ പറയുന്നതിനോടുള്ള ബന്ധത്തിൽ ലെറ്റ് മീ റീഡ് ഇറ്റ് അഗൈൻ. അവിടുന്ന് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ശരിക്കും യെശയ്യാ പ്രവചനം 61:1-2 വാക്യമാണ് അവിടുന്ന് ടെക്സ്റ്റായിട്ട് വായിക്കുന്നത്. നമുക്കറിയാമല്ലോ ഇതിന്റെ കോണ്ടെക്സ്റ്റ്. നസറേത്തിലെ മാതൃപള്ളിയിൽ യേശു കയറി. ശബത്ത് ദിവസം കർത്താവ് അവിടെ ചെല്ലുന്നു. ശുശ്രൂഷക്കാര് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ചുരുള് കൊടുക്കുന്നു. കർത്താവ് അത് വിടർത്തി. 17 വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം, ആ വാക്ക് ശ്രദ്ധിക്കണം, അറിയിപ്പാൻ. ഇംഗ്ലീഷിൽ either to proclaim or preach എന്ന വാക്ക്. കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും, അടുത്ത പിന്നെ പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടയപ്പാനും. 19 വാക്യം, കർത്താവിന്റെ പ്രസാദ വർഷം. പിന്നെയും വാക്ക്, പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഈ വായിച്ചു കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന യഹൂദന്മാർക്കെല്ലാം അറിയാം ഇത് മെസ്സിയാനിക് പാസേജ് ആണ്. അപ്പൊ മശിയായെ ദൈവം അയച്ചിരിക്കുന്നത് ടു പ്രീച്ച് ദ ഗോസ്പൽ. അതിന് അനോയിന്റ് ചെയ്തെന്ന, അല്ലാതെ പ്രസംഗമല്ല നമുക്ക് വേണ്ടത്, അനോയിന്റിങ് ആ വേണ്ടതെന്ന് പറയുമ്പോൾ that really does not make sense. Anointed to preach the gospel. 3 വട്ടമാണ് പ്രസംഗിക്കണമെന്നുള്ള ആ പദപ്രയോഗം ഈ 2 വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 3 വാക്യം 17, 18, 19, 18-ലും 19-ലും കൂടെ ചേർത്താൽ 3 വട്ടമാണ്. 2 വട്ടം പ്രസംഗിക്കണമെന്നും 1 വട്ടം അറിയിപ്പാൻ എന്ന വാക്ക് നമ്മൾ കാണും. ശിഷ്യത്വം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ജീസസ് വാസ് എ പ്രീച്ചർ ഓഫ് ദ ഗോസ്പൽ. ഹി വാസ് അനോയിന്റഡ് ടു പ്രീച്ച്. ഇനി ഈ 4-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ചിട്ടുള്ള വാക്യമാണ് 43, 44 വാക്യം. എക്സ്റ്റെൻസീവായിട്ട് കർത്താവ് ട്രാവൽ ചെയ്തു. അവൻ അവരോട് മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോകുന്നു. നമ്മുടെ വിഷയം വിടരുത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ കമ്മീഷൻ ചെയ്യുന്നത് പ്രീച്ച്. അതൊരു കമാൻഡ്മെന്റ് ആണ്. ടു പ്രീച്ച് we must understand preaching. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ദൈവവചനം പ്രസംഗിക്കപ്പെടണം, സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഞാന് വാട്ട് ഈസ് പ്രീച്ചിങ് എന്നുള്ളത് ഒരു ലളിത ഉദാഹരണത്തിലൂടെ പറയാം, ആൻഡ് വാട്ട് ഈസ് ടീച്ചിങ് എന്നുള്ളതും ഒരു ലളിത ഉദാഹരണത്തിലൂടെ പറയാം. അതിനു മുമ്പ് കർത്താവായ യേശുക്രിസ്തു ഈ ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞിട്ട് അവർക്ക് കൈമാറി. അതിന്റെ രേഖയാണ് ലൂക്കോസ് 28 അധ്യായങ്ങളുള്ള അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ 19 പ്രസംഗമുണ്ട്. ഹോളി സ്പിരിറ്റ് അവരുടെ മേൽ വന്നപ്പോൾ what did they do? They preached the gospel. Peter was a preacher. Paul was a preacher. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ ന്യൂ ടെസ്റ്റമെന്റ് മാത്രമാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, വാഴ്ത്തപ്പെട്ട കർത്താവ്, all the apostles who followed him were all preachers. ആദ്യ നൂറ്റാണ്ടിലെ സഭ preaching church-ആണ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാം. ഉണർവ് വരുന്നു, ഉണർവ് വരുന്നു, ഉണർവ് വരുന്നു. നല്ലതാണ്, വരട്ടെ. സഭാ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ
എവിടെയൊക്കെ വചനം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് ഉണർവുകൾ വന്നിട്ടുള്ളത്. അത് ഈവൻ നിങ്ങളായിരിക്കുന്ന നാടിന്റെയൊക്കെ ചർച്ചിന്റെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചാൽ വളരെ ഗംഭീര പ്രസംഗികൾ ആ നാട്ടിൽ ദൈവം അഭിഷേകം ചെയ്ത് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നും വാസ്തവത്തിൽ അവരുടെയൊക്കെ പ്രസംഗങ്ങളാണ് അനേക ആളുകൾ റിഫർ ചെയ്യുന്നത്. പ്രസംഗത്തെ മാറല്ലേ, ഉൾപ്പിച്ച് കിട്ടിയാൽ വായി വരുന്ന എന്തെങ്കിലും പറയുക, കുറെ തമാശ പറഞ്ഞ ആളുകളെ ഇളക്കുക, പിന്നെ എന്തെങ്കിലും ചിരിപ്പിക്കുക. ദിസ് ഇസ് നോട്ട് ദി അജണ്ട. ഗൗരവമേറിയ ദൂത് കൈമാറിയിട്ടുണ്ട്. ഞാനത് എന്താണെന്ന് പറയാം. പ്രസംഗിക്കണം. നിജപുത്രനായ തിമോത്തിക്ക് കാരാഗ്രഹത്തിൽ കിടന്ന് രക്തസാക്ഷിയായി തീരാൻ പോകുന്ന പോളിന് അവസാനം പറയാനുള്ളത് എന്താ? എല്ലാം അറിയാമല്ലോ. 2 തിമോത്തിയോസിന്റെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒരു കമാൻഡ്മെന്റ് ആയിട്ടാണ് അവിടെ പറയുന്നത്. വചനം പ്രസംഗിക്കുക. അപ്പം എന്നെ ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ്? ശരിക്കും 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അന്ത്യകാലത്ത് ദുർഘട സമയം വരും എന്നറിയുക. എന്നിട്ട് ദുർഘട സമയത്തെ വിശേഷിപ്പിക്കുകയാണ്. ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്ന കാലം. എങ്ങനെയാ ഇത് വന്നത്? ഇത് വരാൻ കാരണം ദൈവവചനത്തിൽ നിന്ന് മാറിയതാണ്. കാരണം താഴോട്ട് വരുമ്പോൾ പോൾ തിമോത്തിയോട് പറയാണ്, കൊച്ചിലെ തൊട്ട് പഠിച്ച വചനമുണ്ടല്ലോ, വചനത്തിൽ നീ നിൽക്കണമെന്ന്. ഈ അന്ത്യകാലത്ത് ദുർഘട സമയം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വ്യാപകമായ അപ്പോസ്റ്റസി നടക്കുമ്പോൾ, വിശ്വാസത്യാഗം നടക്കുമ്പോൾ, നിജപുത്രനായ തിമോത്തിയോട് നോക്കി അതിന്റെ 13-14 വാക്യങ്ങൾ, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ, തിമോത്തിയോട് പറയാ, ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്ക. ഇതാണ് ഇന്നത്തെ സഭ മനസ്സിലാക്കേണ്ടത്. പോൾ is telling Timothy, stand firm in the word. തന്റെ അമ്മയിൽ നിന്നും വല്യമ്മയിൽ നിന്നും ടീച്ചിങ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പോളിൽ നിന്ന് ടീച്ചിങ് കിട്ടിയിട്ടുണ്ട്. ആ ടീച്ചിങ്ങിലാണ് നിലനിൽക്കേണ്ടത്. ഈ പശ്ചാത്തലത്തിലാണ് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വചനം പ്രസംഗിക്കുക, എന്നിട്ട് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. 3-ാം വാക്യം ശ്രദ്ധിക്കണം. അവർ പത്യോപദേശം പൊറുക്കാതെ കർമ്മരസകരമാകുന്ന സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ ധരിപ്പിക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. എൻഡ് ടൈമിൽ അപ്പോസ്റ്റസിയും പത്യവചനത്തിന്റെ പ്രസംഗം ഇല്ലായ്മയും ഒക്കെ വളരെ ക്ലിയർ കട്ടായി വെളിപ്പെട്ടു വരും. അനേകരുടെ വിശ്വാസം തണുത്തു പോകും. വിശ്വാസത്യാഗം നടക്കുന്ന സമയത്ത് പോളിന് തിമോത്തിയോട് പറയാനുള്ളത്, നീ വചനം പ്രസംഗിക്കണം. എന്തെങ്കിലും ആയി വരുന്നതല്ല പ്രസംഗിക്കേണ്ടത്. യു പ്രീച്ച് ദ വേർഡ്. യേശു കാണിച്ച മാതൃകയും ശിഷ്യന്മാർ അനുഗമിക്കുന്നവരോട് പറഞ്ഞ കൽപ്പനയും പിൻകാലങ്ങളിൽ അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് വന്ന പോളിന് ഏറ്റവും അവസാനം പറയാനുള്ളത് പ്രീച്ച് ദ വേർഡ്. ഇത് ദൈവസഭ, ദൈവദാസന്മാർ, ദൈവമക്കൾ എടുക്കണം. നമുക്ക് ഒരു ദൂതുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. അത് പ്രസംഗിക്കപ്പെടണം.
അപ്പൊ എന്താണ് ഈ പ്രസംഗം, ട്രൂ പ്രീച്ചിങ് എന്ന് പറയുന്നത്? അത് മനസ്സിലാക്കാൻ ഒരു ലളിത ഉദാഹരണം പറയും. ഇന്നിപ്പോ നമുക്ക് ഡിജിറ്റൽ മാധ്യമങ്ങളൊക്കെ ഉണ്ട്. ഒരു സന്ദേശം നമുക്ക് അറിയിക്കണമെങ്കിൽ മൊത്തം നമുക്ക് അറിയിക്കാനുള്ള എല്ലാ ചുറ്റുപാടും എല്ലാ സാധ്യതയും നമുക്കുണ്ട്. ഗവൺമെന്റ് തലത്തിൽ പോലും ഇപ്പൊ ഇന്ന് രാത്രി എടുക്കുന്ന ഒരു ഡിസിഷൻ വേണേ അതേ സമയത്ത് തന്നെ അറിയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പണ്ട് കാലത്ത് രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു. കൊട്ടാരത്തിൽ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമാകട്ടെ, രാജാവിന്റെ ജീവിതത്തിലെ ഒരു വിശേഷമായ കാര്യമാകട്ടെ, പൊതുജനത്തെ അറിയിക്കണമെങ്കിൽ ദൂതുവാഹികളായ പ്രത്യേക ആളുകളെ നിയമിച്ചിട്ടുണ്ട്. ഇവർ കുതിരപ്പുറത്ത് സഞ്ചരിച്ച് ടൗൺ സ്ക്വയറുകളുണ്ട്, സിറ്റി സ്ക്വയറുകളിലുണ്ട്, അവിടെ വന്ന് രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് സന്ദേശം രാജാവ് കൊടുത്തത് വിളംബരം ചെയ്യുന്ന ആ വാക്കാണ് ടു പ്രീച്ച്. ഈ വിളംബരം ചെയ്യുന്നവന് സന്ദേശത്തോട് കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള അവകാശമില്ല. അവിടെ ചെന്ന് ചിരിച്ചു കാണിക്കാനുള്ള അവകാശമില്ല. സന്ദേശം കൊടുത്തിരിക്കുന്നത് രാജാവാണ്. തല പോകുന്ന ഇടപാടാണ്. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഗൗരവത്തിൽ കാര്യം കൈമാറുന്നതാണ് ശരിക്കും ഇംപീരിയൽ ഹെറാൾഡ് എന്ന് പറയുന്നത്. ഹി പ്രൊക്ലെയിംസ് ദ ന്യൂസ്. ഇതാണ് ശരിക്കും preacher of the word of God. അപ്പൊ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ വാട്ട് ഈസ് ടീച്ചിങ്? രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പ്രഘോഷണം നടത്തി കഴിയുമ്പോൾ അതിനകത്തൊരാൾ ചോദിക്കുകയാണ്, അതിന്റെ ക്ലാരിറ്റിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് വിശദീകരിക്കുന്നതാണ് ഉപദേശിക്കുക, ടീച്ച് ചെയ്യുക എന്നുള്ളത്. രാജാവിനൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന പ്രധാന സന്ദേശം വിളംബരം ചെയ്തു. ആകയാൽ നമ്മുടെ സംസ്ഥാനത്തിൽ 2-3 ദിവസം അവധിയായിരിക്കും. അവ ചെല്ലി ചോദിക്കുന്നു, എന്ന് മുതലാണ്? നാളെ മുതലാണ്? ഇന്നു മുതലാണോ അവധി? എത്ര നാളുണ്ട്? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. രാജാവ് ചില സമ്മാനങ്ങൾ തരും, അതിന്റെ ക്ലാരിറ്റി. ഇത് ചോദിച്ച് വിശദീകരണം അറിയുന്നതാണ് ടീച്ചിങ്. ഞാനിത് ലളിതമായി പറയുന്നത് വാട്ട് ഈസ് പ്രീച്ചിങ് ആൻഡ് വാട്ട് ഈസ് ടീച്ചിങ് എന്നുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നാം വായിച്ച ലൂക്കോസ് 24:47 കർത്താവ് അടിയന്തരമായി ആവശ്യപ്പെടുകയാണ് തന്നെ അനുഗമിച്ചവരോട്, നിങ്ങൾ പ്രസംഗിക്കണം. അതൊരു കൽപ്പനയാണ്. യേശു പ്രസംഗിച്ചു. ഇവരെ കൂടെ കൊണ്ട് നടന്ന് കർത്താവ് പ്രസംഗിച്ചത് ഇവർ നേരിട്ട് കേട്ടതാണ്, സബ്ജക്റ്റുകൾ കേട്ടതാണ്, ദൈവരാജ്യമാണ് അവിടുന്ന് പ്രസംഗിച്ചത്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ 12 പേരെയും പിന്നെ ഒരു 70 ഉപദേശിമാരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് ഇവരെ അയച്ച് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രസംഗിക്കുന്നയാളിന് അധികാരം ഉണ്ട്, അഭിഷേകമുണ്ട്. ആകയാൽ രോഗികളെ സൗഖ്യമാക്കണം, ഭൂതത്തെ കാസ്റ്റ് ഔട്ട് ചെയ്യണം. ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇനി എന്താണ് പ്രസംഗിക്കേണ്ടത്? കർത്താവ് എന്താ പ്രസംഗിച്ചത്? അതിനെയാണ് പ്രസംഗിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 47-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കേണ്ടത്. ഞാൻ ദൈവമക്കളോട് ചോദിക്കുക, ഇപ്പോഴത്തെ കൺവെൻഷനുകളിൽ പോലും പലയിടത്തും ഈ സന്ദേശമില്ല. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്താണ് ബാറ്റൺ കൈമാറിയപ്പോൾ പറഞ്ഞത്? അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. വെരി ഇമ്പോർട്ടൻറ്റ്. If we do not know the message, what are we going to preach? ഇതാണ് ആളുകൾക്ക് ഇന്ന് പറ്റിപ്പോയത്.
they many do not know the message. അവന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? യേശുവിന്റെ നാമത്തിൽ, അവിടുത്തെ അധികാരത്താൽ സന്ദേശം പ്രസംഗിക്കുക എന്നതാണ് അർത്ഥം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ പുറപ്പെടുക. ഇൻ ദി അതോറിറ്റി ഓഫ് ജീസസ്, അവന്റെ നാമത്തിൽ. അതുപോലെ തന്നെ അവിടുത്തെ പ്രവൃത്തി, പ്രത്യേകിച്ച് അവിടുത്തെ യാഗമരണത്തിലും പുനരുത്ഥാനത്തിലും അവിടുന്ന് ചെയ്തത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പാപമോചനം വിളംബരം ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഇൻ ദി അതോറിറ്റി ഓഫ് ഹിസ് പേഴ്സൺ ആൻഡ് ഓഫ് വാട്ട് ഹി ഡിഡ് ഫോർ ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. അവന്റെ നാമത്തിലാണ് ഇത് പ്രസംഗിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നാമത്തിലല്ല. യേശുവിനെക്കാട്ടിൽ ആവേശം ഇപ്പൊ ആളുകൾക്ക് പ്രസ്ഥാനം. നോ, വി മേഡ് എ മിസ്റ്റേക്ക്. പ്രസ്ഥാനത്തിന്റെ അധികാരമല്ല, വ്യക്തിപരമായി നമ്മുടെ അധികാരമല്ല. പറഞ്ഞ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ പുറപ്പെട്ടു പോകുക. ഇൻ ദി അതോറിറ്റി ഓഫ് ജീസസ്. നമുക്കറിയാവുന്ന വാക്യങ്ങളല്ലേ? മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേർ ഒരു നാമവും ഇല്ല. There is only one name. അതുപോലെ 1 തിമോത്തിയോസ് 2-5 വാക്യം, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അവന്റെ നാമത്തിൽ ശ്രദ്ധിക്കണം, മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കപ്പെടും. പ്രസംഗത്തെക്കുറിച്ച് ഞാൻ ലളിതമായിട്ട് പറഞ്ഞു. പ്രസംഗത്തിലെ സന്ദേശം എന്താണ്? മാനസാന്തരവും പാപമോചനവും എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുന്നവർക്കാണ് പാപമോചനം. പക്ഷെ ശ്രദ്ധിക്കണേ, ഒരു കാതലായ കാര്യമാണ്. കർത്താവ് ഈ കാര്യം പറയുമ്പോൾ അവർക്ക് സന്ദേശത്തെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാതെ ഇരിക്കുകയാണ്. ഞാനത് വിശദീകരിക്കാം. ഇതാണ് ഇന്ന് പറ്റിപ്പോയത്. 24-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ, 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ, ഈ ശിഷ്യന്മാർ ഭയന്നിരിക്കുകയാണ്. അല്പം കൂടി നിങ്ങൾക്ക് വിപുലമായി പഠിക്കണമെങ്കിൽ ആദ്യത്തെ 12 വാക്യങ്ങളിൽ കുറെ സഹോദരിമാരാണ് കബറിങ്കൽ പോകുന്നത്. അവരെന്തിനാണ് കബറിങ്കൽ പോകുന്നത്? ശവശരീരത്തിന്മേൽ സ്പൈസസ് ഇടാൻ പോവുകയാണ്. അപ്പൊ യേശു ഉയർക്കും നിങ്ങൾ വിശ്വസിക്കുന്നു? ഇല്ല. മരിച്ച ആളുകൾ വല്ല ഉയർക്കും? സഹോദരിമാർക്ക് ആവേശമുണ്ട്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനായി ഞായറാഴ്ച രാവിലെ അവർ പോവുകയാണ്. അവർ ചെന്നപ്പോഴാണ് കബർ തുറന്നു കിടക്കുന്നത്. ചെക്ക് ചെയ്തപ്പോ ശവശരീരം അവിടെ ഇല്ല. പ്രശ്നമായി. 2 ദൂതന്മാരുടെ പ്രത്യക്ഷതയുണ്ടായി. ആ ദൂതന്മാർ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരികയാണ്, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7-ാം വാക്യം, മുൻപേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഇത് മറന്നുപോയി. See, Jewish conceptual, they just could not understand that the Messiah had to suffer and die. No, they couldn't take that. അവര് എന്ത് ചെയ്തത്? The Messiah will be a military conqueror. അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ. അപ്പൊ കർത്താവ് കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത്. ഒത്തിരി ബൈബിൾ സ്റ്റഡിയൊക്കെ ഉണ്ടായിരുന്നു, ആവർത്തിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പൊ സഹോദരിമാർ ആദ്യത്തെ 12 വാക്യത്തിൽ
8-ാം വാക്യത്തിൽ അവർ അവന്റെ വാക്കോർത്തു. എന്നിട്ട് 9 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ വചനം പിടികിട്ടിയപ്പോൾ അത് ദൂതന്മാർ അവരെ ഓർപ്പിച്ചപ്പോൾ ഉടൻ തന്നെ അവർ പോവുകയാണ് മറ്റുള്ളവരോട് പറയാൻ, that Jesus is alive. By the way, ഇവിടെ ഞാൻ ചില യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കുമ്പോൾ ഇപ്പൊ ആളുകൾക്ക് യേശുവിനെക്കാട്ടിലും വചനത്തെക്കാട്ടിലും എല്ലാം ദൂതന്മാരെ കാണുന്ന ഇഷ്ടം. ഇറങ്ങിയ ദൂതന്റെ സന്ദേശം വചനത്തിലേക്ക് വരാനാ. മനസ്സിലായോ? വചനത്തിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആകേണ്ടത്. ഈ അടുത്തിടെ ഇവിടെ ഒരു ചെറുപ്പക്കാരന് പറയുന്നത് കേട്ടു, ബെഡ്റൂമിൽ ദൂതന്റെ തൂവല് വീണെന്നും പറഞ്ഞ് ഈ കോഴിപൂട പോലുള്ള ഒരു കൂടെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്ന കണ്ടു. അതിനൊക്കെ ആവേശഭരിതരാകുകയാണ് ആളുകൾ. ഇറങ്ങിയ ദൂതൻ പറയുന്നത് ഓർക്കുന്നുണ്ടോ വചനം അവിടുന്ന് പറഞ്ഞത്? They remembered the word that Jesus said and suddenly they are encouraged. അവർ പോയി സാക്ഷി പറയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വേറെ 2 പേര് യെരുശലേം വിട്ട് എമ്മോസിലേക്ക് പോവുക. അവരുടെ ഗതി ഇതാ, ശിഷ്യന്മാരാണ്. അവർ കൺഫ്യൂസ്ഡ് ആണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്. കർത്താവ് കഷ്ടം അനുഭവിക്കും, കർത്താവ് മരിച്ചുപോയി, കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. They didn't believe that. കർത്താവ് അവരുടെ കൂടെ നടന്നു. 25 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ ഇതേ സംഭവമാണ് നടക്കുന്നത്. സഹോദരിമാരെ വചനത്തിൽ ഉറപ്പിച്ച പോലെ ഇത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ കൂടെ നടന്ന് ബൈബിൾ സ്റ്റഡി എടുക്കുക. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതെന്താ? എസ്റ്റാബ്ലിഷിംഗ് ദം ഇൻ ദ വേർഡ്. ശ്രദ്ധിക്കണേ, ആശയം ഇതാണ്. പ്രസംഗിക്കുന്നതിന് മുമ്പ് പാപമോചനം എങ്ങനെ കിട്ടി? ദൈവവചനത്തിലൂടെ ഹൃദയത്തിൽ ക്ലാരിറ്റി വരാത്ത ആളിന് വാട്ട് ആർ യു ഗോയിങ് ടു പ്രീച്ച്? ക്രൂശിനെ കുറിച്ചുള്ള വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് തമാശും അതും ഇതും എല്ലാം പറഞ്ഞ് എന്റർടൈനേഴ്സായി മാറിയത് പ്രസംഗികൾ. എമൗസിലേക്ക് പോകുന്നവരെ ബലപ്പെടുത്തുന്നു. ഇത് കഴിഞ്ഞാണ് 36 മുതലുള്ള വാക്യങ്ങൾ. 36 മുതലുള്ള വാക്യങ്ങൾ ഇവര് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ ഇവർ ഞെട്ടിയെന്നും ഭയപ്പെട്ടെന്നും why do doubts arise in you എന്നാ കർത്താവ് ചോദിക്കുന്നത്. ആകെ അവർ കൺഫ്യൂസ്ഡ്. കർത്താവ് എന്തെല്ലാം കാര്യം ചെയ്തെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, എന്റെ കൈയും കാലും ഒന്ന് കാണ്, ആണിപ്പഴുതുള്ള പാടുകളില്ലേ, തൊട്, ഇത് ഞാൻ തന്നെയാണ്. നിങ്ങൾ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കൂടെ ഇരുന്ന് കഴിച്ചു കാണിച്ചു. എന്നിട്ട് ഇതൊന്നും പോരാ. കർത്താവ് ചെയ്ത് 44 വാക്യം നിങ്ങൾ see, all the 3 people are led to the word. The woman, the disciples to Emmaus and the other disciples. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. 46 വാക്യം, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും. ദാറ്റ്സ് ദ പോയിന്റ്. പ്രസംഗിക്കണം. എന്താ സന്ദേശം? മാനസാന്തരവും പാപമോചനവും. മാനസാന്തരപ്പെടുന്നവർക്ക് പാപമോചനം കിട്ടും. പക്ഷേ പാപമോചനത്തിന് വേണ്ടി കൊടുത്ത വിലയെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ല. ദേ ആർ കൺഫ്യൂസ്ഡ്. Why did Jesus die? Why did he suffer? He didn't believe that. ഇതെല്ലാം നേരത്തെ തന്നെ കർത്താവ് പറഞ്ഞാണ്, യെരുശലേമിലേക്ക് ഞാൻ പോകും, കഷ്ടാനുഭവങ്ങളുണ്ട്, ഇൻ ദി എൻഡ് ഐ വിൽ ബി ക്രൂസിഫൈഡ്. ഇതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവരെ ആദ്യം കാണുമ്പോൾ ഇതാണ് സ്ഥിതി. അവരെ വചനത്തിൽ ഉറപ്പിച്ചു. എന്നിട്ടാണ് അവരോട് പറയുന്നത്, സ്തോത്രം. കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞ ആവേശമാകുന്നുണ്ടെ 49-ാം വാക്യത്തിൽ യെരുശലേമിൽ കാത്തിരിക്കണം, ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. അപ്പൊ വചനത്തിലുള്ള ഉറപ്പ്, ആത്മാവിന്റെ അഭിഷേകം, ഈ 2 കാര്യം ആവശ്യമാണ്. ടു ഗോ
and preach the word and teach the new converts. എന്തു പറ്റി നമ്മുടെ സഭകളിൽ? ശിഷ്യത്വ പാഠത്തിൽ ഇത് മനസ്സിലാക്കണം. യേശു പ്രസംഗിച്ചു. 30-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് കർത്താവിന്റെ മേൽ വന്നു. And he was led into the wilderness. അത് കഴിഞ്ഞ് ആത്മാവിന്റെ ശക്തിയോടെ അവിടുന്ന് ഗലീലയിലേക്ക് മടങ്ങി വന്ന് സിനഗോഗുകൾ കയറി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാണ്. ഇതാണ് ശിഷ്യന്മാർ അനുഗമിക്കേണ്ടത്. വാട്ട്സ് ദ മെസ്സേജ്? ക്രൂശിൽ അവിടുന്ന് യാഗമായി തീർന്നു. മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയുള്ളതെല്ലാം നിവൃത്തിയാണ്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നവർ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചാൽ പാപക്ഷമ കിട്ടും. അടിയന്തര സന്ദേശമായി ഇത്. സ്തോത്രം. അട്ടെ, പ്രസംഗിക്കേണ്ടത് എന്താ? മാനസാന്തരവും പാപമാനും. ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ പെന്തിക്കോസ്തിൽ ചേരുന്നതാണോ? വെള്ളയുടുപ്പിടുന്നതാണോ? മീശ പഠിക്കുന്നതാണോ? ആഭരണം ഊരുന്നതാണോ? ഉറക്ക പാട്ടുപാടുന്നതാണോ? താളം തെറ്റി കൈയടിക്കുന്നതാണോ? വാട്ട് ഈസ് ദിസ് റിപ്പന്റൻസ്? വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്ന പലരും ഈ അനുഭവം ഇല്ലാതാണ് വരുന്നത്. ഞാൻ ഇത് വളരെ ദൈർഘ്യമുള്ള ഒരു കാര്യമായോണ്ട് ഞാനിത് റെഫറൻസുകൾ പറയുന്നില്ല. ജോൺ ദ ബാപ്റ്റിസ്റ്റും കർത്താവായ യേശു ക്രിസ്തുവും എല്ലാം പ്രസംഗിച്ചത് റിപ്പന്റൻസ് ആണ്. ഇനിയും ജീസസിന് ഏറ്റവും അവസാനം സഭയോട് പറയാനുള്ളത് എന്താണ്? ലവോദിക്ക സഭയോട് പറഞ്ഞത് മാനസാന്തരപ്പെടുക എന്ന്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതല്ല എന്താ? Acts 2:38 പീറ്ററിന് പറയാനുള്ളത് റിപ്പന്റ്. Acts 17:30 പോൾ പറയുന്ന റിപ്പന്റൻസ് ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ലളിതമായിട്ട് ഞാൻ മാനസാന്തരം എന്നാന്ന് ഞാൻ പറയാം. വാസ്തവത്തിൽ മാനസാന്തരം ഹൃദയത്തെ രക്ഷയുടെ ദിശയിലേക്ക് ചലിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ആത്മീക പ്രവൃത്തിയാണ്. മാനസാന്തരം മെറ്റനോയ്യ എന്ന വാക്കിന് ലളിത അർത്ഥമാണ്. എ ചേഞ്ച് ഓഫ് മൈൻഡ്. ചേഞ്ച് ഫ്രം വേർ? ചേഞ്ച് ടു വാട്ട്? എന്നെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണയിൽ നിന്നും, ദൈവത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണയിൽ നിന്നും, ക്രിസ്തുവിനെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണയിൽ നിന്നും ഞാൻ എന്റെ മനസ്സ് 180 ഡിഗ്രി മാറുകയാണ്. ദൈവവചനപ്രകാരം who is God? He is a mighty holy God. Who is this Jesus Christ? He is the Son of God. He came into the world and was a substitutionary sacrifice for my sin. And who am I? I am a big time sinner. നിങ്ങൾ ഈ പറയുന്ന വലിയ പാപമൊന്നും എനിക്കില്ല കേട്ടോ. ഇതാണ് ഒത്തിരി പേര് മനസ്സിൽ വെച്ചിരിക്കുന്നത്. വേറെ കുറച്ച് പേര് പറയുന്നത് ഞാൻ മര്യാദ പാപിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസാന്തരത്തിലാണ് ഞാൻ റിയലി ആരാണ്. ദൈവത്തിന്റെ കോപം എന്റെ മേലുണ്ട്. ബിക്കോസ് ഐ ആം എ സിന്നർ. എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നു, ശരിയായ ധാരണ വരുന്നു. ഐ എം എ സിന്നർ കണ്ടംൻഡ് ടു ഗോ ടു ഹെൽ. ഹു ഈസ് ഗോഡ്? ഗോഡ് ഈസ് എ ഹോളി ഗോഡ്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അവിടുന്ന് പാപത്തിന് പരിഹാരം ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴാണ് ഐ ചേഞ്ച്. ഞാൻ എടുക്കുന്ന തീരുമാനമാണ് മാനസാന്തരം. ശ്രദ്ധിക്കണേ, മാനസാന്തരം എന്ന് പറയുന്ന ഇടത്ത് വേറൊരു പദപ്രയോഗം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് ഉള്ളതായി, അത് അന്തർലീനമാണെന്ന് ഗ്രഹിക്കണം. വിശ്വാസം. ചിലയിടത്ത് വിശ്വാസം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, മാനസാന്തരം ഉപയോഗിച്ചിട്ടില്ല. ബൈബിൾ എഴുത്തിൽ നമ്മൾ പരിശോധിച്ചാൽ in some places
റിപ്പൻറ്റൻസ്. ഇൻ സം പ്ലേസസ് ബിലീവ് എന്ന വാക്ക്. രണ്ടിടത്തുമുള്ള ആശയം repent and believe the gospel. അപ്പൊ മാനസാന്തരപ്പെട്ട് ഞാൻ ചേഞ്ച് ചെയ്ത് പോകുന്ന പാപ വഴിയിൽ നിന്ന് turn to where? Turn to God. Turn to trusting Christ. അങ്ങനെയുള്ളവർക്കാണ് പാപക്ഷമ. കർമ്മമാർഗത്തിലൂടെ അല്ല. ഇത് ഞാൻ പ്രസംഗിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണമെന്ന ഈ പ്രസംഗം ഞാൻ പലയിടത്ത് പോയി പ്രസംഗിക്കുന്നുണ്ട്. ആഹ്വാനം കൊടുക്കുമ്പോൾ ഇന്നും ആളുകൾ രക്ഷിക്കപ്പെടുന്നുണ്ട്. യു വോണ്ട് ബിലീവ്, പെന്തിക്കോസുകാരായി വന്നവർ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെട്ടവർ രക്ഷിക്കപ്പെടുന്നു. സന്തോഷം. അവരിങ്ങനെയാണെന്ന് മനസ്സിലായില്ല. മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കപ്പെടണം. അപ്പോസ്തല പ്രവൃത്തി 26:20 വാക്യം. ആദ്യം ദമസ്കൊസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങുമുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. പണ്ട് കാലത്തൊക്കെ ഈ പ്രസംഗമായിരുന്നു പ്രിയരെ. കാലം മാറി, സന്ദേശം മാറി. നമ്മൾ മാറ്റിയതാ, ദൈവം മാറ്റിയിട്ടില്ല. ജീസസ് ഈസ് അവർ മോഡൽ. അവിടുത്തെ അനുഗമിച്ച ഡിസൈപ്പിൾസ് ആണ് നമ്മുടെ മോഡൽ. നമുക്കുമുള്ള ആഹ്വാനം ഇതാണ്. പാസ്റ്റേഴ്സ് എന്നെ കേൾക്കുന്നവർ, preach. സന്ദേശം എന്താണ്? Repent for the forgiveness of sin. അത് അനുഭവിച്ച് അകത്ത് വന്നവരോട് teach them also to preach. യേശുക്രിസ്തു മോഡലായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചു. അതിന്റെ ഒരു കാര്യമാണ് പറയുന്നത്, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ to preach the gospel. നമ്മൾക്ക് അതിശയം തോന്നുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു ശക്തനായ ഒരു ദൂതൻ ഇന്ന് വൈകിട്ട് ഒരു 4 മണിയാവുമ്പോൾ നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ആ സ്കൈ പെട്ടെന്നൊരു ഗബ്രിയേൽ മാലാഖ അടുകൂറ്റൊരു ദൂതൻ വന്ന് എല്ലാവരോടും ഒരൊറ്റ വിളംബരം, എവ്രിവൺ റിപ്പന്റ്. സകല പുള്ളികളും വിറത്തോണ്ട് റിപ്പന്റ് ചെയ്യും. പക്ഷെ ദൈവം അങ്ങനെയല്ല വെച്ചിരിക്കുന്നത്. ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുന്നത് രക്ഷ ആസ്വദിച്ചവർ നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ജീസസിനെ പ്രസന്റ് ചെയ്യണം, പ്രീച്ച് ചെയ്യണം. ജീസസിലൂടെ നമുക്ക് പാപമോചനം ഉണ്ട്. അതിന് ജനം മാനസാന്തരപ്പെടണം. ചേഞ്ച് യുവർ മൈൻഡ്. പ്രസംഗത്തിലൂടെയാണ് ദൈവത്തിന്റെ ഗ്രേസ്, ദൈവം മനുഷ്യർക്ക് തരുന്ന ആ ഗ്രേസ്, ആ കൃപയെക്കുറിച്ച് വിളംബരം ചെയ്യുന്നു. ഒത്തിരി കാര്യം മാനസാന്തരം സംബന്ധിച്ച് പറയാനുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നോക്കി അപ്പോസ്തല പ്രവൃത്തി 20:21. ഞാൻ ആ പറഞ്ഞ വാക്കുകൾ അവിടെ രണ്ടും കണക്റ്റഡ് ആണ്. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ച് എന്ന് നിങ്ങൾ അറിയുന്നവല്ലോ. മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും, ഇറ്റ് ഗോസ് ടുഗദർ. നാണയത്തിന്റെ 2 വശമാണ്. അല്ലാതെ I don't remember having repented and all, but I believe in Jesus. How can you? You believe in Jesus? ആദ്യം പറയേണ്ട repentance ആണ്. I recognize that I am a sinner and I do not want to do anything more with sin. I change my mind, turn from sin towards God and trusting in His finished work on the cross of Calvary. This must be preached. ഇത് പ്രസംഗിക്കപ്പെടണം. പാപമോചനത്തെക്കുറിച്ച് നിങ്ങൾ ദൈവവചനം പരിശോധിച്ചാൽ പ്രസംഗികളായ അപ്പോസ്തലന്മാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ഞാൻ മുമ്പേ ഉദ്ധരിച്ച വാക്യം Acts 2:38.
അതിനകത്ത് പീറ്റർ പറയുന്ന മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. കണ്ടോ, ആക്ട്സ് 5:30 and 31. അവിടെയും മാനസാന്തരവും പാപമോചനവും നൽകുവാൻ. ആക്ട്സ് 10:43 പാപമോചനം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:38 അവിടെയും പാപമോചനം. ഞാന് ഈ സന്ദേശത്തിന്റെ കൺക്ലൂഷനിലേക്ക് വരിക. ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ശിഷ്യന്മാര്, നിങ്ങൾ ആ 24th ചാപ്റ്റർ നോക്കിയാൽ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും ക്രൂശ് മരണത്തെക്കുറിച്ചുമുള്ള ക്ലാരിറ്റി ശിഷ്യന്മാർക്കുമില്ല, സഹോദരിമാർക്കുമില്ല. ഇവരെല്ലാം യേശുവിന്റെ കൂടെ നടന്നതാണ്, ബൈബിൾ സ്റ്റഡി ഇഷ്ടം പോലെ കേട്ടതാണ്. പിന്നെ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് they just did not believe. Yet people don't come alive. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ചെല്ലുമ്പോഴും they are shocked. ഇതൊരു ഭൂതമെന്നവർക്ക് തോന്നിയെന്നാണ്. Praise the Lord. വചനത്തിൽ അവരെ ഉറപ്പിച്ചിട്ടാണ് കമ്മീഷൻ ചെയ്യുന്നത്. പാപമോചനവും മാനസാന്തരവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ പ്രസംഗിക്കണമെന്ന് എഴുതിയിരിക്കുകയാണ്. You must preach it. റിയൽ ട്രൂ പ്രീച്ചിങ്ങിലേക്ക് നമ്മൾ മടങ്ങി വരണം. വളരെ ചുരുക്കമായി ഈ പാപമോചനത്തിന് കഷ്ടാനുഭവവും ക്രൂശ് മരണവും എന്തിനാണ്? ഞാൻ ഒരിക്കലും ഒരു സദസ്സിൽ ചോദിച്ചു, ഈ ക്രൂശില്ലാതെ കർത്താവിന് നമ്മളോട് ക്ഷമിച്ചുകൂടെ? എത്രയോ പാവം നമ്മൾ ചെയ്യുന്ന കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, കർത്താവ് ക്ഷമിച്ചല്ലോ. പിന്നെന്തിനാണ് ക്രൂശ്? Why do we need the cross? ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കുറെ ഉപദേശിമാരോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ ഒരു ഉപദേശി പറഞ്ഞു, ശരിയാ പാസ്റ്റർ, എന്തിനാ ക്രൂശ്? I was shocked. They cannot preach. ഒരു വാക്യാംശം ഞാൻ വായിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരുപാടിടത്ത് പ്രസംഗിച്ചത്, റിപ്പീറ്റഡ് ആയിട്ട് പ്രസംഗിക്കുന്ന ഒരു വാക്യമാണ്. What really happened on the cross? ഒരുപാട് വാക്യങ്ങൾ എടുക്കേണ്ടതാണെങ്കിൽ just one verse. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. പാപമറിയാത്തവന് നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തതാരാ? ഒരാളെ ഉള്ളൂ, നമുക്കെല്ലാം അറിയാം, our Lord Jesus Christ. പാപമറിയാത്തവനെ പാപമാക്കിയോ? What do you mean? ഇത് വേദപുസ്തകത്തിലെ വാക്യമല്ലായിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അതിനൊരു വ്യാഖ്യാനം പറയാൻ I will take you to the prophet Isaiah 53-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാൾ പാപമോചനത്തെക്കുറിച്ച് ഒരു കൺഫർമേഷൻ ഇല്ലാതിരിക്കുന്നെങ്കിൽ, നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് സാധ്യമല്ലാതിരിക്കെ പിതാവാം ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപം യേശു ചെയ്തതായി കണക്കിട്ടു. ഇറ്റ് വാസ് ഇംപ്യൂട്ടഡ് ഓൺ ജീസസ്. നമ്മുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ മേൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ കോപവും കർത്താവിന്റെ മേൽ ചൊരിഞ്ഞു. യോഹന്നാൻ 4:10 അവിടുത്തെ യാഗമരണം പ്രായശ്ചിത്ത മരണമായിരുന്നു. What does that mean? ദൈവത്തിന് നമ്മളോടുള്ള കോപം ക്രിസ്തുവിന്റെ മേൽ ചൊരിഞ്ഞപ്പോൾ അവിടുന്ന് ആ കോപത്തെ ശമിപ്പിച്ചു. അതുകൊണ്ടാണ് now God can forgive me and forgive you. Forgiveness of sin. കഷ്ടാനുഭവങ്ങളും യേശുവിന്റെ ക്രൂശ് മരണവും ഇല്ലായിരുന്നെങ്കിൽ God, a righteous judge, cannot forgive us. അവിടുത്തെ റൈറ്റസ്നെസ്സിൽ നമ്മളെ പണിഷ് ചെയ്തേ വെക്കൂ. ആ പണിഷ്മെന്റ് ക്രിസ്തുവിന്റെ മേലുണ്ടായി.
ഇത് ഞാൻ വിശ്വസിക്കുന്ന മാത്രയിൽ, ഒരു കർമ്മപ്രവർത്തികൾ കൊണ്ടല്ല. The moment I trust in Jesus Christ, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. എന്നെ നീതീകരിക്കുന്നു വിശുദ്ധനായ ദൈവം. അത് മാത്രമല്ല കേട്ടോ, യേശുവിന്റെ നീതി എനിക്ക് കണക്കിടുന്നു. Praise the Lord. ന്യായപ്രമാണത്തിലെ വള്ളിപുള്ളി തെറ്റാതെ അവിടുന്ന് ജീവിച്ച ജീവിതം ഞാൻ ജീവിച്ചതായി പിതാവാം ദൈവം കണക്കിടുന്നു. ഞാൻ അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടത്. ഇനി പെട്ടെന്ന് എവിടെയാ പ്രസംഗിക്കേണ്ടത്? ആ വാക്യം പറയുന്നത് യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കണം. യെരുശലേം എന്ന് പറഞ്ഞാൽ അവിടെയല്ലേ യേശുവിനെ ക്രൂശിച്ചത്? അതെ. അല്ലാതെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അവിടെ പോയി പ്രസംഗിക്കണോ? അവർക്ക് പാപക്ഷമ കിട്ടുമോ? ഏറ്റവും വലിയ ക്രൈം കാണിച്ചവർക്ക് പാപക്ഷമയുണ്ടോ? ആ സന്ദേശത്തിലെ ദൂതെന്താണ്? ലോകത്തിലെ എത്ര വലിയ പാപിയാണെങ്കിലും there is hope. The gospel was first offered to the people, the Jews in Jerusalem. യെരുശലേമിൽ തുടങ്ങണം. Preach the gospel. എന്നിട്ട് സകല ജാതികളിലും. യു മീൻ ഞങ്ങൾ ഓർത്തത് ഞങ്ങൾ യഹൂദന്മാര് മാത്രമാണ് ദൈവത്തിന്റെ ലിസ്റ്റിലുള്ളതെന്ന്? അല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റി. യഹൂദനുമാണ്, എല്ലാ ജാതിക്കും ഗോസ്പലുണ്ട്. എപ്പോഴാ പ്രസംഗിക്കേണ്ടത്? 49 വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുള്ള നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കും. We need the anointing of the Holy Spirit. യേശുവിന്റെ മാതൃക ഇതാ. Anointed to preach. സിനഗോഗിൽ കയറി preached. എല്ലാ സ്ഥലങ്ങളും ജീസസ് preached and he taught the word. കർത്താവിനെ അനുഗമിക്കാനായി വിളിക്കപ്പെട്ട നമ്മളോടുള്ള ദൂത് preach and teach. എല്ലാവരും പ്രസംഗിക്കണം. എന്താണ് പ്രസംഗിക്കേണ്ട ദൂത്? മാനസാന്തരവും പാപമോചനവും യേശുവിന്റെ നാമത്തിലുണ്ട്. There is hope in Christ. എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് എന്നെ വിളിക്കുമോ? വിളിച്ചാൽ ഞാൻ പോവും. എങ്ങനെയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജോർജൂട്ടി എന്നൊരു ശബ്ദം നിങ്ങളുടെ ബെഡ്റൂമിൽ കേൾക്കുമെന്നാണോ? ഏകദേശം 29-30 വർഷത്തിന് മുമ്പ് ഞാൻ എൻ്റെ ജോലി രാജിവെച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു ശബ്ദവും കേട്ടില്ല. എൻ്റെ ഉള്ളത്തിലൊരാവേശമായിരുന്നു. എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു, എബി നീ പോകരുത്, നീ ജോലി റിസൈൻ ചെയ്യരുത്, നിനക്കൊന്നും അറിയത്തില്ല, നിനക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, എനിക്ക് പ്രസംഗിക്കാൻ അറിയാൻ, ഞാൻ പോയിട്ടില്ല. ഞാൻ മണ്ടന്മാരിൽ പ്രധാനിയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അഡ്വൈസ് എനിക്ക് മനസ്സിലായില്ല. എന്റെ കൂടെ ജോലി ചെയ്യുന്ന തിരുവല്ലക്കാരനായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒരു മോൾ ഉണ്ടെന്നുള്ളത് ഓർത്തോണം. മണ്ടന്മാരിൽ പ്രധാനിയായതുകൊണ്ട് അതും എനിക്ക് മനസ്സിലായില്ല. അവര് പറഞ്ഞതെല്ലാം ശരിയാണ്. എനിക്ക് മോളുമുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. അന്ന് എന്നോട് സുവിശേഷ വേല എന്താന്ന് ചോദിച്ചാൽ I just don't know. ഞാൻ ഒരു ശബ്ദവും കേട്ടതല്ല. എൻ്റെ ഉള്ളിലെ ഒരാവേശമാണ്. I lived out in faith. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാൻ എൻ്റെ ഹൃദയം തുറന്നു. എൻ്റെ അബോധ മനസ്സിൽ പോലും ഒരു സെക്കൻഡ് പോലും ഞാൻ അന്നെടുത്ത തീരുമാനത്തെ റിഗ്രറ്റ് ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവം അനുവദിച്ചില്ല. എൻ്റെ അബോധ മനസ്സിൽ പോലും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് നിർത്തുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ആഹ്വാനം തരുന്നു. ഒറ്റ ജീവിതമേ ഉള്ളൂ, ഒരു ജീവിതം. ഇന്നാണ് മരിക്കുന്ന ദിവസമെങ്കിൽ യു ജസ്റ്റ് കനോട്ട് എക്സ്റ്റെൻഡ്. ലൈഫ് ഈസ് ഓവർ. പ്രയോജനപ്പെടുത്ത്.
live in the light of eternity. പാസ്റ്റർ, ഞാനിപ്പോ ഇത്രയും വയസ്സായി, ഇനിയിപ്പോ എവിടെ പോണം, എന്ത് ചെയ്യണം? ആ മൊബൈൽ അങ്ങോട്ട് നേരെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു സന്ദേശം അങ്ങോട്ട് റെക്കോർഡ് ചെയ്തിട്ട് അറിയാവുന്നവർക്ക് അയക്കണം. Preach the word. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. Jesus preached the gospel, and I am a follower of Jesus. Whether you like it or not, there is forgiveness of sin in his name. Therefore repent, brethren. ഇത് പറയാൻ എന്തെങ്കിലും വാക്കുകളുടെ പെരുപ്പമാണോ? And I'll tell you, I am not an educated person. ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടിട്ട് ആരാണ്ട് ചോദിച്ചു, ഏതാണ്ട് വലിയ പഠിത്തക്കാരനാണെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങ് പറയാ. ഇംഗ്ലീഷ് വിഷയമല്ല, എനിക്ക് മലയാളവും അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, ഹിന്ദി ഒന്നും അറിയത്തില്ല. പക്ഷേ ആവേശം എൻ്റെ ഉള്ളിൽ. ഇനി ഒന്നും അറിയത്തില്ല. ഇന്നലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, ഞാൻ ട്രാക്ട് കൊടുത്തു, ഞാൻ എഴുതിയതാന്ന് പറഞ്ഞു, മരണം മരണാനന്തര ജീവിതം. I put it in his hand to the owner of the restaurant. കാണുന്നവരെല്ലാം പറഞ്ഞോണം, we are called to preach. Are you following in the footstep of your master? എന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ. ഓ സ്തോത്രം. സഹോദരിമാരെ, preach the gospel. സഹോദരന്മാരെ, preach the gospel. പക്ഷെ അതിനു മുമ്പ് ക്ലാരിറ്റി ഉണ്ടോ? മെസ്സേജ്, ഡു യു നോ ദ മെസ്സേജ്? സ്റ്റഡി അബൌട്ട് ദ ക്രോസ്. ക്രൂശിനെ കുറിച്ചൊരു ക്ലാരിറ്റി വരണം. വിളംബരം ചെയ്യണം. ഇത് രാജാവിന്റെ സന്ദേശമാണ്. അതിന് സമയം കിട്ടുമ്പോ ഞാൻ തമാശ പറഞ്ഞെന്ന്, ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി. ഇപ്പോൾ ഐ ഡോണ്ട് നോ, ഇതിനെല്ലാം പിടിവീഴും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. എങ്ങനെ പ്രസംഗിച്ചു? എന്ത് പ്രസംഗിച്ചു? Praise the Lord. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God's grace be with all of you.